നമസ്കാരം സുഹൃത്തുക്കളെ, അലൈൻ ജസ്ലലിയാണ്. ഞാനിപ്പോൾ ഉള്ളത് അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഫെസ്റ്റിവൽ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ നടത്തുന്ന ഒരു ഉത്സവ പരിപാടിയാണ്. അതിനപ്പുറം ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ ഇന്നത്തേക്ക് 50 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വമ്പ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം പരിപാടി കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന 2 ദിവസങ്ങളിൽ ഇവിടെ പരിപാടികളുണ്ട്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ പ്രസിഡന്റ് നമ്മുടെ റസൽ സാലി ഉണ്ട് ഇവിടെ. അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹം കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞുതരും. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന ഒരുപാട് പരിപാടികൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കൂടുതൽ വിശേഷം വീട്ടിൽ കാണാം. ബൈ. നമ്മളുടെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിലെ പ്രസിഡന്റ് റസൽ സാലി, റസൽക്ക നമ്മളുടെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട്. റസൽക്ക, എനിക്കിതൊന്നും ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അലൈനുള്ളൊക്കെ വേണ്ടിയിട്ട്. ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ സിഗ്നേച്ചർ ഈവന്റ് ആണ് ഇന്ത്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടിയാണ്. അതായത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത, നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഉത്സവങ്ങൾ കൊണ്ടു നടക്കുന്നത്. നിറഭേദങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഉത്സവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ട് ആ ഉത്സവങ്ങളുടെ മുഴുവനായിട്ടുള്ള ഒരു റീക്രിയേഷൻ, ഒരു ചെറിയ റീഇൻകാർണേഷൻ, ഒരു പുതുമ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ഒന്ന് പുനഃപ്രതിഷ്ഠിക്കുക എന്ന് എല്ലാ മനുഷ്യരെയും, അലൈനിലും ഉള്ള എല്ലാ ഇന്ത്യക്കാരെയും, അത് മാത്രമല്ല അറബ് വിഭാഗത്തിലുള്ളവരെയും എല്ലാവരും ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇന്ത്യൻ സോഷ്യൽ സെന്റർ കരുതുന്നത്. അലൈനിലുള്ള എല്ലാ എക്സ്പാട്രിയേറ്റ് കമ്മ്യൂണിറ്റിയും അതുപോലെ ഇവിടുത്തെ ഇമാറാത്തികളും എല്ലാം ഇന്ത്യൻ സോഷ്യൽ സെന്ററിലേക്ക് വരണം. ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്ന് തിരിച്ചറിയണം. ഭക്ഷണ വൈവിധ്യങ്ങൾ എന്താണെന്ന്. അപ്പൊ നമുക്ക് സ്റ്റോളുകളുണ്ട്. സ്റ്റോളുകളിൽ പഞ്ചാബി ഫുഡുകളുണ്ട്, കേരളത്തിന്റെ തനത് നാടൻ തട്ടുകടകളുണ്ട്, മറ്റുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അതുപോലെ പിന്നെ എന്താ പറയാ, വിവിധ സ്ഥാപനങ്ങൾ, അവരുടെ ഇപ്പം മണി എക്സ്ചേഞ്ച് ഹൗസുകളാണെങ്കിലും ശരി തന്നെ, ഹോസ്പിറ്റലുകളാണെങ്കിലും ശരി തന്നെ, അങ്ങനെ വിവിധ പരിപാടികളുള്ള എല്ലാവരും ഉണ്ട് സംഭവം. അപ്പൊ 50 വർഷം ഇന്ത്യൻ സോഷ്യൽ സെന്റർ പൂർത്തിയാക്കി. 1975 ഇത് സ്ഥാപിതമായിട്ടുള്ളത്. ഇപ്പൊ 2025 2025 നമ്മൾ 50 വർഷം പൂർത്തിയാക്കുകയാണ്. അലൈനിലെ പൊതു സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഇന്ത്യക്കാരുടെ പിന്നെ ആശ്രയ കേന്ദ്രമായിട്ട് ഈ സംവിധാനം ഇന്ത്യൻ സോഷ്യൽ സെന്റർ ജനറൽ സെക്രട്ടറി ആണ് സന്തോഷ് ഏട്ടൻ, ഞാൻ പ്രസിഡന്റ്, പിന്നെ മുനവർ ട്രഷറർ ആണ്. അതുപോലെ നമ്മുടെ അനിയേട്ടൻ ഇവരൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അറിഞ്ഞു നിൽക്കുന്നവരാണ്. എല്ലാ പരിപാടിയിലും ഇവരുണ്ടാവും. പിന്നെ ഈ 3 ദിവസവും വൈവിധ്യങ്ങളായ കലാപരിപാടികളാണ് ISC നടക്കുന്നത്. ഇന്ന് ഫസ്റ്റത്തെ ദിവസം. ഇന്ന് 25. അപ്പോ 25-ാം തീയതി ഉള്ള കലാപരിപാടികൾ നടക്കുന്നത്. ടാങ്കോ എന്ന് പറയുന്ന പേരിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 250 ആർട്ടിസ്റ്റുകളെങ്കിലും ഇന്ന് ISCയുടെ വേദിയിൽ. അതുപോലെ നാളെയും ഇതേ രീതിയിൽ തന്നെയായിരിക്കും. മറ്റന്നാള് ട്രിബ്യൂട്ട് ലെജൻസ് എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു പരിപാടി. നാട്ടിൽ നിന്ന് വരുന്ന കലാകാരന്മാർ തന്നെ പെർഫോം ചെയ്യുന്നുണ്ടാവും. നമ്മുടെ പ്രശസ്ത ഗായകൻ അഫ്സലിന്റെ ജ്യേഷ്ഠൻ അൻസാർ വരുന്നുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ പ്രദീപ് ബാബു എന്ന ഗായകൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ജസ്സില് പിന്നെ വ്ളോഗിലൂടെ തീർച്ചയായിട്ടും അലൈനില് ഒട്ടുമിക്ക മലയാളീസും മെയിനായിട്ട് മലയാളീസാണ് കാണുന്നത്. കാരണം നമ്മളെ മലയാളീസ് ഏറ്റവും പ്രധാനപ്പെട്ടത് 10 രൂപയ്ക്ക് എടുക്കുന്ന കൂപ്പണിന് 25 സമ്മാനങ്ങളുണ്ട്. മാത്രമല്ല എല്ലാ ദിവസവും സർപ്രൈസ് ഗിഫ്റ്റുകളും ഓരോ മണിക്കൂർ വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് കാറാണ്, സെക്കൻഡ് പ്രൈസ് ഗോൾഡാണ്. അങ്ങനെ 25 സമ്മാനം. പുറത്ത് കിടപ്പുണ്ട്. എല്ലാവരെയും വരാം. 6 o'clock സ്റ്റാർട്ട് ചെയ്താല് 11:30 വരെ. അപ്പൊ ഇനി പുറത്തുള്ള കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം. ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ തിരക്കിനിടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ അഞ്ചേട്ടാ സന്തോഷം. താങ്ക് യു ടാ. താങ്ക്സ് എ ലോട്ട്. ശരി ട്ടാ. സന്തോഷ് പിള്ളഭായിയെ, എന്താണ് വിശേഷം? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ? ഇന്നത്തെ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് ആൾക്കാരൊക്കെ മലയാളികളുടെ നല്ലൊരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. മലയാള സമയത്തിന്റെ ഒട്ടനവധി പ്രവർത്തകർ, അതുപോലെ എല്ലാ സംഘടനയുടെയും പ്രവർത്തകരെല്ലാം കൂടി വളരെ നല്ലൊരു. ശരിക്കും നാട്ടിലൊക്കെ നമ്മൾക്കൊരു ഉത്സവം മിസ് ചെയ്യുന്ന 20ഓളം സ്റ്റാളുകളാണ് ഇവിടെ ISC ഇന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ISC വന്നിട്ടുള്ളത് അതിലെല്ലാം അത് ഫുഡ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കഴിഞ്ഞു. അപ്പൊ അത്രയും ഫുഡ് ശരിക്കും ഒരു നാട്ടിലെ ഒരു ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇന്ന് കഴിഞ്ഞതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതുപോലെയുള്ള പരിപാടികൾ തീർച്ചയായിട്ടും നാളെ മറ്റന്നാളും ഇതിലും ഗംഭീരമായ പരിപാടിയാണ്. അപ്പൊ അല്ലെങ്കിൽ ഇനി എത്തിച്ചേരാത്തവർക്ക് ഒരു വലിയ നഷ്ടമാണ്. നാളെ മറ്റന്നാൾ കൃത്യമായി എത്തിച്ചേരുക. ഈ പരിപാടി
ഈ ഒരു അവസരം ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. ഇതുപോലെ പരിപാടിയാണ്. ഇത് നമ്മുടെ എല്ലാ വർഷവും ഉള്ള എല്ലാ വർഷവും ഉള്ള ഒരു പരിപാടിയാണ്. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇന്ത്യ ഫെസ്റ്റിവലിൽ നാളെയും മറ്റന്നാളും വരുന്നത് ഏറ്റവും പ്രമുഖരായ ഇപ്പൊ നാടൻ പാട്ടിന്റെ ഒരു സംഘം വരുന്നുണ്ട്, അതുപോലെ പ്രമുഖരായ ഗായകരുടെ ഒരു സംഘം വരുന്നുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് ആണ് സ്റ്റേജിൽ നടക്കാൻ പോകുന്നത്. അതുപോലെ പുറത്ത് ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ നാടൻ ഫുഡുകൾ, അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ്, അങ്ങനെ എല്ലാ കമ്മ്യൂണിറ്റികൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും ഒരു ഉത്സവാന്തരീക്ഷം. അത് നോർത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുന്നത് എല്ലാവർക്കും വന്ന് ആസ്വദിക്കാവുന്ന പരിപാടികളുടെ സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. എല്ലാവരും നാളെയും മറ്റന്നാളത്തെ പരിപാടിയുടെ ഭാഗമാകുക, വൻ വിജയമാക്കി തീർക്കുക. നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാ അലയിലെ നല്ലവരായ സന്മനസ്സുകൾക്കും നന്ദി. താങ്ക് യു. നമ്മളെ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിലേക്ക് നീ മമ്മൂട്ടിക്കാടെ ചായ കുടിക്കാതെ ആരും പോകാറില്ല. അത്ര സ്പെഷ്യലാണ് മമ്മൂട്ടിക്ക. അലൈന്റെ സെലിബ്രിറ്റി ശ്രീമതി ഭവിത ടീച്ചർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. ടീച്ചറെ, എന്താണ് നമ്മുടെ ഉത്സവത്തെ കുറിച്ചിട്ട് രണ്ട് വർത്താനം പറഞ്ഞേ. ഇവിടെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ഇന്ത്യ ഫെസ്റ്റിവൽ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഉത്സവം അതേപോലെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇവിടെ നമുക്ക് കാണാം, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഫുഡ് കഴിക്കുന്നു, തമ്മിൽ സംസാരിക്കുന്നു, കളിക്കുന്നു. അത് തന്നെ, എല്ലാവരുടെ മുഖം നോക്കിയാൽ അറിയാം. നിങ്ങൾ ക്യാമറ എല്ലാവരും കാണിച്ചു സന്തോഷമാണ്. നമ്മുടെ ഈ തിരക്കുപിടിച്ച ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ള ഒരു സമയം ക്രിയേറ്റ് ചെയ്ത ഇന്ത്യൻ സോഷ്യൽ സെന്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഇനി എന്തൊക്കെയുണ്ട് നമ്മളെ ഫുഡുകള് റിമൈനിങ്? കപ്പയുണ്ടോ? കഴിഞ്ഞു അല്ലേ? അതല്ല അതിനൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ. ഫുഡ് സ്റ്റാളുകളെ കുറിച്ച് പറയുമ്പോ നമ്മള് പ്രത്യേകം എടുത്ത് പറയേണ്ടത് ആരാട്ടിന്റെ സ്റ്റാളില് ഭയങ്കര തിരക്കാണ്. ഞാൻ കുറെ നേരമായിട്ട് അവിടെ ഫുഡ് വാങ്ങാനായിട്ട് അടുക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. കാരണം അത് പ്രത്യേക സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്, അലയിലുള്ള സ്ത്രീകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങോട്ട് നടക്കാൻ പറ്റാതെ ഞാനിങ്ങനെ നിൽക്കാണ്. ഇത് പഞ്ചാബീസിന്റെ ഒരു ഷോപ്പാണ്. സ്വീറ്റ്സുകളും അങ്ങനെ സമൂസ പലതരത്തിലുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. നല്ല നോർത്ത് ഇന്ത്യൻസിനൊക്കെ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകളൊക്കെയാണ്. इंडियन सोशल सेंटर का प्रोग्राम है हमारा पंजाब लोग है. थोड़ा बताओ आपका ये एक मिनट ये पकड़ के बताओ अच्छा सुनेगा. पंजाबी रसोई पंजाब, कड़ी चावल, चना पूड़ी, दही वड़ा, जलेबी, ब्रेड पकौड़ा, वेज पकौड़ा. स्पेशल स्वीट्स आपका दुकान में देखा, दूसरे किधर भी नहीं है. आपका दुकान गोलगप्पा, पानी पूरी, समोसा चाट, पानी पूरी समोसा चाट. ओके, 3 दिन में मिलेगा ना? मिलेगा 3 दिन मिलेगा. ओके, चना चाट, पापड़ी चाट, चना चाट, समोसा चाट. इंडिया पंजाब का है, केरला के सब जगह का. पंजाबी लस्सी, स्पेशल लस्सी, स्वीट लस्सी. ओह अच्छा, ओके. या शुगर आई विल बाय. थैंक यू सर, थैंक यू. താങ്ക്സ് അലോട്ട് മാഡം. സലാംക, എന്താണ് വിശേഷം? തിരക്കിലാണോ? സലാംക നമ്മുടെ അലൈൻ മലയാള സമാജത്തിന്റെ നെടുന്തൂണാണ്. എല്ലാ പരിപാടിയും ഉണ്ട്, എല്ലാ പരിപാടിയും. മുരിങ്ങക്കായ കച്ചവടം പോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ സെലിബ്രിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അലൈനിലെ എന്ത് പരിപാടിയിലും നമ്മളുടെ ടീച്ചർ മോളുടെ ഡാൻസ് കാണാം. അലൈനില് ഹിന്ദി ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കവിത ടീച്ചറാണത്. കവിത ടീച്ചറെ കോൺടാക്ട് ചെയ്യാൻ. അതെ, ഡാൻസിനും അതുപോലെ തന്നെ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസിനൊക്കെ കവിത ടീച്ചറൊക്കെ ബന്ധപ്പെടാം. നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കൂപ്പണിന്റെ ഫസ്റ്റ് പ്രൈസ് ആണ് ഈ കാണുന്ന കാറ്. അപ്പൊ എല്ലാവരും കൂപ്പൺ എടുക്കുക. ഒരുപാട് പ്രൈസുകളുണ്ട്, ഒരു പ്രൈസ് ഒന്നല്ല. എല്ലാവരും കൂപ്പൺ എടുക്കുക, സമ്മാനങ്ങൾ നേടുക. നമ്മുടെ അലൈനിലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, റഫീഖ് ഭായ് കരാട്ടെ സെന്റർ നടത്തുന്ന റഫീഖ് ഭായിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മളെ പുതിയ അവിടുത്തെ സാർമാരാണ്. പേര് ഞാൻ മറന്നു. സുബൈർ ഫർസാന. നമ്മളെ അലൈനില് ലേഡീസിന്റെ കോച്ച്, അതായത് കരാട്ടെ പഠിപ്പിക്കാനായിട്ട് ലേഡീസിന്റെ കോച്ചിലാണെന്നുള്ള സംശയം ഉള്ള കുറെ പേരുണ്ടായി. അപ്പൊ ഇതെല്ലാനും സെറ്റാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മളെ സാബിരിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അലൈനിൽ സാബിരിനെ അറിയാത്തവരുണ്ടാവില്ല. അലൈനിന്റെ സ്റ്റാറാണ്.
അല്ലേ? സാബിരയുടെ ഉമ്മ ഒക്കെ എവിടെ ഉണ്ട്. നമ്മളെ ലൈനില് ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ എല്ലാ പരിപാടിക്കും എത്തുന്ന ആൾക്കാർ. നമ്മളെ റഫീഖ് ഭായിയുടെ ഇളയ മുത്താണ് അലൈൻ്റെ സ്റ്റാറിൽ നിൽക്കുന്നത് അല്ലേ? അലയിൽ വരെ സ്റ്റാർ അല്ലേ? കരട്ട് പഠിക്കണ്ടേ നമുക്ക്? സൂപ്പർ ആക്കണ്ടേ? ഒരുപാട് വലിയ വലിയ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞായിട്ട് ഇറങ്ങി വരുന്ന കുട്ടികളാണ്. നാളെയും മറ്റന്നാളൊക്കെ ഇവിടെ പരിപാടി ഉണ്ട്. എല്ലാവരും എത്തിച്ചേരാം. ജയൻ ചേട്ടാ, നാട്ടിലെപ്പോ എത്തി? ഒരാഴ്ച തകർത്തു പോയിട്ട്. അതെ പരിപാടിക്ക് വേണ്ടി ചേട്ടനില്ലേ? ഓക്കെ. നമ്മുടെ ഇന്ത്യൻ സ്പോർട്സ് സെന്ററിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിനുള്ളിൽ നടക്കുന്ന പരിപാടി പുറത്ത് ഇവിടെ ഈ സ്ക്രീനിൽ കാണാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡോറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് അവിടെ നിന്ന് കാണാം. പുറത്ത് ഈ ഫുഡ് കോർട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതിനൊപ്പം ഈ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കാണാം. നമ്മുടെ നാട്ടിലെ നാടൻ ടേസ്റ്റുകൾ ഓർമ്മപ്പെടുത്തുന്ന നെല്ലിക്കുപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ടത്, നല്ല നാടൻ പരിപ്പ് വട, സമൂസ, നെയ്യപ്പം, ഉന്നക്കായ, അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് പേർഷ്യൻ പാലസ് റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ പേർഷ്യൻ പാലസ് എവിടെയാണ്? അതിന്റെ എവിടെ ആയിട്ടാണ്? ഓക്കെ ഓക്കെ ഓക്കെ. റമദാൻ ഓപ്പൺ ആയിട്ടുള്ളതാണ് അല്ലേ? ഓക്കെ. അവിടെ അങ്ങനെ ഫാമിലീസിനൊക്കെ ഇരിക്കാനും കഴിക്കാനൊക്കെ സൗകര്യം അതല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ വന്നിട്ട് എന്താ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹോട്ടലിന്റെ പ്രതിനിധികള്. അപ്പോ ഖലീഫ സ്ട്രീറ്റിൽ ചെന്നാൽ അൽഫലയുടെ തൊട്ടടുത്താണ് പുതിയതായിട്ട് ഓപ്പൺ ആയതാണ് അല്ലേ? എന്താണ് ഓപ്പൺ ആയത്? നോമ്പിന്റെ തലേ ദിവസം അല്ലേ? നമ്മളെ അലയിലുള്ള മലയാളീസുകളൊക്കെ വരുമ്പോ വളരെ എക്സ്പെക്ടേഷനോട് കൂടിയാണ് അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലില്ലാന്ന് ഒരുപാട് പരാതി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് സോൾവ് ആവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് പേര് വരും. ഈ മനുഷ്യന്റെ കരുത്ത് വന്ന് പെട്ട് കഴിഞ്ഞത് വാങ്ങാണ്ട് പോവാൻ പറ്റില്ല. എന്തിന്റെ മുന്നിലുണ്ടാവും? അതെ അതെ. ഇത് നറുക്കെടുപ്പ് ഒന്നുമല്ല, 10 രൂപ എടുത്തത് മൊത്തം മേടിക്കാൻ പോവാ അല്ലേ? അതാണ്. അയ്യസിലെ മുത്തുകളാണ് കേട്ടോ ഇവരൊക്കെ. കാര്യങ്ങളൊക്കെ എന്തുണ്ട് സുഖല്ലേ? എങ്ങനെയാണ് നമ്മളെ കൂപ്പണിന്റെ പരിപാടി ഒന്ന് പറയോ? ഒന്ന് സെക്കൻഡ് പ്രൈസ് സോഫന്റെ സിംഗിൾ മൂന്നാമത്തെ ദിവസം ലാസ്റ്റ് ഡേ ആണ്. ഫ്രീ ആയിട്ട് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കും. നമസ്കാരം. തന്നെ പറയാം, അലൈന്റെ താരാണ് ഞങ്ങളുടെ അലൈന്റെ സ്വന്തം നാടക നടൻ. അതെ, എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഇവിടെ ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ട്. ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ നാട്ടില് നടക്കുന്ന ഉത്സവങ്ങളെ പോലെ ഉത്സവങ്ങളുടെ സീസണാണ്. അതേപോലെ അലയിലുള്ള കമ്മ്യൂണിറ്റി, ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ഉത്സവം ഗംഭീരമായിട്ടുണ്ട്. സന്തോഷം.